മാസത്തിലൊരു ദിവസം എറണാകുളം പട്ടണത്തിൽ വെച്ച് ആഴത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ക്രമീകരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നൊരു നിയോഗത്താലാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത്. വന്നു ചേർന്ന് എല്ലാവർക്കും വീണ്ടും വന്ദനം പറയുന്നു. വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ് ഈ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് എനിക്ക് ഏറ്റവും പ്രകാശിതമായി തോന്നിയ വചനം. അതിങ്ങനെയാണ്: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. വീണ്ടും ജനിച്ചവരും രക്ഷാ നിർണയം പ്രാപിച്ചവരും സ്വർഗത്തിൽ സ്വരൂപിച്ചിരിക്കുന്ന നിക്ഷേപം പ്രാപിക്കുവാനായി അനുദിനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരും അപ്പോൾ തന്നെ വിവിധങ്ങളായ മാനസിക ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അഗ്നിശോധനയിലൂടെ എന്നവണ്ണം കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാർ, അവരോടാണ് പറയുന്നത് രക്ഷയ്ക്കായി വളരണം എന്ന്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരും സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരും അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നവരുമായ സാമാന്യം ഭേദപ്പെട്ട വിശ്വാസികൾ, ഭക്തന്മാർ, അവരോട് പറയുകയാണ് ആത്മീയമായി വളരണം എന്ന്. അതിനുള്ള ഏകമാർഗം വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക. വചനത്താലാണ് വീണ്ടും ജനിച്ചതെന്നും വചനത്താലാണ് രക്ഷിക്കപ്പെട്ടതെന്നും പറഞ്ഞു വന്നിട്ട് അതേ തുടർന്നാണ് പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവീനെന്ന്. അപ്പം രക്ഷയ്ക്ക് കാരണമായ വചനം തന്നെ വളർച്ചയ്ക്ക് കാരണമായി തീരണം. അവിടെ വചനത്തിൻ്റെ 2 ലെവല് അല്ലെങ്കിൽ 2 അളവ് നാം കാണും. ഒന്ന്, വചനം പാല് എന്ന രൂപത്തിലും. 2, വചനം കട്ടിയായ ആഹാരം എന്ന രൂപത്തിലും. വചനം പാല് എന്ന രൂപത്തിൽ കഴിക്കുന്നത് വചനത്തിലെ ബേസിക് ഡോക്ട്രിൻസ് ആണ്, അടിസ്ഥാന പ്രമാണങ്ങളാണ് പാലായി വിവരിച്ചിരിക്കുന്നത്. എന്നാൽ വ്യക്തിയെ അനുദിനം ക്രിസ്തു തുല്യരായി രൂപാന്തരപ്പെടുത്താൻ ഉതകുന്ന വചനങ്ങളാണ് കട്ടിയായ ആഹാരം. ഒന്നുകൂടെ വിവരിക്കാം. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, കർത്താവിൻ്റെ വരവ്, സഭ, പാസ്റ്റേഴ്സ്, ഓർഡിനേഷൻ, മഹോപദ്രവകാലം, 1000 ആണ്ട് വാഴ്ച, പറുദീസ, പുതിയ യെരൂശലേം, ഇതെല്ലാം ബേസിക് ഡോക്ട്രിൻസിൽ വരും. അതാണ് ബാലപാഠങ്ങൾ. എടുത്തു പറയാൻ കാരണം ഇതെല്ലാമാണ് കട്ടിയായ പാഠങ്ങളെന്ന് ഞാൻ ഒരു കാലത്ത് ധരിച്ചിരുന്നു. വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനം, കർത്താവിൻ്റെ വരവ്, പുതിയ യെരൂശലേം, ഈ വക വിഷയങ്ങളെല്ലാമാണ് കട്ടിയായ ആഹാരമെന്ന് ധരിച്ചിരുന്നു. എന്നാൽ അതല്ലെന്ന് ആണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായി കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണം എന്നാവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ യോഗം കഴിഞ്ഞ് നിന്നാൽ മതി. നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണത്. അപ്പോൾ
മാനസാന്തരം അതൊരു വലിയ വിഷയമാണ്. തിയോളജി, ദൈവം, അതൊരു വലിയ വിഷയമാണ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ആളത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ത്രിത്വം, ഇതെല്ലാം വലിയ വിഷയങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ബാലപാഠത്തിലേ വരുന്നുള്ളൂ. കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടതും സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന നന്മകളും അനുഗ്രഹങ്ങളും അവിടുത്തെ കെട്ടിടത്തിൻ്റെ വലിപ്പങ്ങളും ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ രുചിയും ഇതെല്ലാം ബാലപാഠത്തിലേ വരുന്നുള്ളൂ. കട്ടിയായ ആഹാരം അതെന്തുവാ? ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായ കട്ടിയായ ആഹാരം അതെന്തുവാ? വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി. വളരെ ലളിതമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. എന്താ കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നാടൻ ഭാഷയിൽ പറയട്ടെ. ഇപ്പോൾ ലൈറ്റായ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതും രുചികരമായതും കഴിച്ചാൽ ഉടനെ ദഹിക്കുന്നതും, ഇതാണല്ലോ ലൈറ്റ് ഫുഡ് എന്ന് പറയുന്നത്. കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞാൽ എന്നാ? കഴിച്ചാൽ അവിടെ കിടക്കും, കഴിക്കാൻ താല്പര്യവും ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ. കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആത്മീയ വിഷയത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത സാധനം ഏതാവെന്ന് പറഞ്ഞേ? പുതിയ യെരൂശലേമാണോ? അത് കേൾക്കാൻ എന്നാ ഇഷ്ടമാണ്? സ്നാനമാണോ? സ്നാനത്തെക്കുറിച്ച് എത്ര ദിവസം കേട്ടാലും കുഴപ്പമില്ലല്ലോ. ഏതാ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളത്? നിന്നെ തന്നെ തിരുത്തണം എന്ന് പറയുന്നതല്ലേ? അതാ കട്ടിയായ ആഹാരം. അതല്ലേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ്? അതല്ലേ? നീ നിൻ്റെ സഹോദരനോട് ക്ഷമിക്കണം. അത് ദഹിക്കുകയല്ല, അത് കിടക്കും. 6 മാസം കിടക്കും ആ സാധനം. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അത് 2 കൊല്ലം കിടക്കും, ദഹിക്കുകയല്ല. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിന്നിലുണ്ടാകട്ടെ. അത് ദഹിച്ചിട്ടേ ഇല്ലല്ലോ, അത് കല്ലുപോലെ കിടക്കുക. അതേസമയത്ത് പുതിയ യെരൂശലേമിൽ ഒരാൾക്ക് എത്ര സെന്റ് സ്ഥലം? ഒരു ദഹനക്കുറവുമില്ല. ആർത്തിയോടെ വെട്ടി വിഴുകുന്ന സാധനം അത്. സഭ മഹോദരത്തിൽ കൂടെ കടക്കുകയോ ഇല്ലയോ? അതൊക്കെ ടേസ്റ്റുള്ള സാധനമാണ്. ബർഗർ കഴിക്കുന്നവരെ കഴിക്കും അത്. ഏതാ കട്ടിയായ ആഹാരം? ഇതൊരു ചർച്ചയ്ക്ക് തന്നെ വെക്കേണ്ട കാര്യമാണ്. ഏതാണ് കട്ടിയായ ആഹാരം? എബ്രായർ 5:12 ഞാനൊന്ന് വായിക്കാം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠം. ഗ്രീക്കോ ഹീബ്രു ഒന്നും നോക്കാൻ നമുക്കറിയാം. ആദ്യ പാഠം മാനസാന്തരം, സ്നാനം, സഭ, അതൊക്കെയല്ലേ ആദ്യ പാഠം. ഭാവി പ്രത്യാശ, ഇതെല്ലാം ആദ്യ പാഠങ്ങളിൽ വരും. ആദ്യ പാഠങ്ങളിൽ 1, 2, 3, 4, 5 വരും. ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായി വന്നിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അപ്പം കട്ടിയായ ആഹാരം കഴിക്കണം വിശ്വാസികൾ. എന്നാലേ ആരോഗ്യകരമായ ഒരു സഭ ഉണ്ടാകത്തുള്ളൂ. എന്നാലേ ആരോഗ്യമുള്ള ഒരു വിശ്വാസി ഉണ്ടാകത്തുള്ളൂ. ആള് കൂടുന്നത് നല്ല കാര്യമാണെങ്കിലും ആ കൂടുന്ന ആളുകൾ ആത്മീയമായി ആരോഗ്യമുള്ളവരായാലേ അത് ദൈവരാജ്യമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അതൊരാൾക്കൂട്ടമായി പോകും. ഓക്കെ, ഇനി നോക്കിയേ. വാക്യം 6:1. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി
എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്. അപ്പൊ ആദ്യ വചനം എന്തുവാ? ഞാൻ ഇനിയും അതിനകത്തുനിന്ന് പെറുക്കിയെടുത്ത് പറയാം. മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവപ്പ്, പുനരുദ്ധാനം, ശിക്ഷാവിധി. ഇതാണ് ആദ്യ പാഠം. അത് റിപ്പീറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകാനാണ് പറയുന്നത്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ മുമ്പോട്ട് എന്താ ഇനി മുമ്പോട്ട് പോകാനുള്ളത്? സ്നാനപ്പെട്ട ആൾ ഇനി എന്നാ മുന്നോട്ട് പോകാനുള്ളത്? സ്നാനപ്പെട്ടയാൾ ഇനി എന്താ മുമ്പോട്ട് പോകാനുള്ളത്? അപ്പം ഇവിടം കൊണ്ട് വളർച്ച നിൽക്കുന്നു ബഹുഭൂരിപക്ഷം ആളുകൾ. പിന്നെ എന്താ ചെയ്യാൻ പോണേ? രണ്ട് കാര്യത്തിലാണ്. ചില ആളുകൾ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ സാക്ഷീകരണത്തിലേക്ക്, സുവിശേഷീകരണത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. സുവിശേഷീകരണം എങ്ങനെയെങ്കിലും കർത്താവിനെ സാക്ഷിക്കണം. ഈ മാനസാന്തര സ്നാനം കഴിഞ്ഞ് സുവിശേഷം അറിയിക്കണമെന്നൊരു ചിന്ത വരും. നല്ല കാര്യമാണ്. അങ്ങനെയുള്ളവർ വചനം പഠിച്ചില്ലെങ്കിലും നാട്ടുകാർ പഠിപ്പിച്ചോളും. മനസ്സിലായി കാണുമല്ലോ. സുവിശേഷീകരണത്തിന് ഇറങ്ങിയാൽ ആളുകൾ നമ്മളെ പഠിപ്പിക്കും, നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ സുവിശേഷീകരണത്തിലേക്ക് തിരിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതൊരു കൂട്ടർ എന്തായെന്നറിയോ? ചർച്ച് പൊളിറ്റീസിലേക്ക് പോകും. മാനസാന്തര സ്നാനം കഴിഞ്ഞ് ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി ചർച്ചിൻ്റെ സെക്രട്ടറി ആകുക. അത് 2 കൊല്ലത്തെ കാലാവധി അനുവദിക്കുള്ളൂ. അത് കഴിയുമ്പോൾ ട്രഷററാകുക, വീണ്ടും തിരിച്ച് സെക്രട്ടറി ആകുക, കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് ആകുക. പിന്നെ പറ്റുമെങ്കിൽ വേറെ 1-2 സംഘടനകളെ രൂപീകരിക്കുക, അതിൻ്റെ എല്ലാം ചെയർമാനാകുക. അതേതാണ്ട് വലിയ ആനക്കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ അടുത്ത തലമുറയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. എന്താണ് വളർച്ച? എന്താണ് വളർച്ച? വളർച്ച എന്ന് പറയുന്നത് ചർച്ചിൻ്റെ ലീഡർഷിപ്പിൽ വരുന്നതാണ്. അത് ഏത് മാർഗത്തിലൂടെ വന്നാലും കുഴപ്പമില്ല എന്ന ധാരണ പരക്കെ വ്യാപിച്ചിരിക്കുന്നു. ഇപ്പം മാനസാന്തരം, സ്നാനം, വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ സഭാജീവിതം, മരിച്ചവരുടെ പുനരുദ്ധാനം, ഈ കാര്യങ്ങളെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ടു. അതാണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം. ഇനി എന്നാ ചെയ്യണ്ടേ? ചിലരുടെ ഉള്ളിൽ അത് അവരുടെ ആ ജനിച്ച ആശുപത്രിയുടേതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, അവരെ ജനിപ്പിച്ച ദൈവദാസന്മാരും അവരാദ്യം വളർന്നു വന്ന ചർച്ചിൻ്റെ പോലെ ഇരിക്കും. സുവിശേഷീകരണത്തിൽ താല്പര്യമുള്ള ലീഡർഷിപ്പാണെങ്കിൽ അവിടെ നിന്ന് കുറേ പേര് സുവിശേഷത്തോട് ദർശനം ഉണ്ടാവും. അങ്ങനെ ഒരു ദർശനം വന്നാൽ അവനെ വളർച്ചയിലേക്ക് ദൈവം നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു ഗ്രൂപ്പ്, ബഹുഭൂരിപക്ഷവും അതിലേക്ക് പോകുന്നില്ല. സുവിശേഷീകരണത്തിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ വളരെ ഭാരമുള്ള, എത്ര പേരാ ഉള്ളത്? 50 പേരുള്ള ചർച്ചിൽ 5 പേര് എങ്ങനെ കാണുള്ളൂ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഒരു ചർച്ചിലൊരു മെമ്പറായി പോകുന്നേ ഉള്ളൂ. അവർ പിന്നെ എന്തോ വളരുന്നേ? അവർ വളരുന്നത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ടോപ്പിൽ വരിക, അങ്ങനെ രാഷ്ട്രീയം. പിന്നെ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ആത്മീയവൽക്കരിച്ചെടുക്കും. അങ്ങനെ രാഷ്ട്രീയത്തെ ആത്മീയവൽക്കരിച്ചെടുത്തിരിക്കുന്ന ഒരു സഭാന്തരീക്ഷത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ബാലപാഠം കഴിഞ്ഞു, ഇനി വളരണം. എന്താ വളരേണ്ടത്? എവിടെയാണ് വളരേണ്ടത്? സ്തോത്രം. അതിലേക്കാണ് ഈ ക്ലാസ് നമ്മെ നയിക്കുന്നത്. ഇതൊരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഈ വളർച്ച ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റവും ഇല്ല, 2 ദിവസം കൊണ്ട് ഒരു മാറ്റവും ഇല്ല, 3 ദിവസം കൊണ്ട് ഒരു മാറ്റവും ഇല്ല. ഒരു മനുഷ്യക്കുഞ്ഞ് സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യാറാകാൻ എത്ര കൊല്ലം അതിൻ്റെ പുറകെ നിൽക്കണം ഒരമ്മ.
എത്ര മണിക്കൂറുകൾ അതിൻ്റെ പുറകെ നിൽക്കണം. നമ്മളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ എവിടം വരെ എത്തിയെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഇതുപോലെ തന്നെ ആത്മീയ വളർച്ച ഒരു ദിവസം കൊണ്ടോ ഒരു മീറ്റിംഗ് കൂടി ഇതൊന്നും നടക്കാൻ പോണ കാര്യമൊന്നുമല്ല. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയി നല്ല മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും ജീവിതത്തിൽ വരുന്നില്ല. നല്ല മീറ്റിംഗ് ആണെന്ന് പറയുന്നു, ഗ്ലോറി എന്ന് പറയുന്നു. ഇതിനപ്പുറത്തെന്തെങ്കിലും നമുക്കിതിലൂടെ നടക്കാനുണ്ടോ? ആർക്കും ഭീഷണിപ്പെടുത്താൻ കഴിയാത്ത ഒരു അകത്തെ മനുഷ്യൻ ഉണ്ടാകണം. ഒന്നിനും തളർത്താൻ കഴിയാത്ത ഒരു പ്രത്യാശ അകത്ത് ഉണ്ടാകണം. ഒന്നിനാലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ഒരു കോൺഫിഡൻസ് അകത്തുണ്ടാകണം. പണം കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ പദവി കൊണ്ടോ ആകർഷിക്കാൻ മേലാത്ത ഒരു വ്യക്തിത്വം അകത്ത് വളരണം. അതാണ് ആത്മീയ വളർച്ച. പണം കൊണ്ട് വശീകരിക്കാൻ മേലാത്തൊരു മനുഷ്യൻ അവനൊരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞു. മനുഷ്യനെ വശീകരിക്കുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇവനെ ബാധിക്കാതെ വേണം ഇവൻ്റെ ഉള്ള് വേറെന്തിനോ വേണ്ടി കൊതിക്കുകയും വളരുകയും ചെയ്യുകയാണ്. ആ ഒരു വളർച്ചയുടെ ലെവലിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് വരാൻ കഴിയത്തില്ല. എങ്ങനെ സാധിക്കും? പ്രാർത്ഥന, വചനധ്യാനം. ദൈവത്തിൻ്റെ വചനം. ഇന്ന് ഈ ക്ലാസ്സിൽ വചനത്തിൻ്റെ പ്രാധാന്യത ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറയാം ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ പറഞ്ഞതെന്തെന്നാൽ യഹോവ സീനായിൽ നിന്ന് വന്നു. യഹോവ സീനായിൽ നിന്ന് വന്നു. അവർക്ക് സെയിരിൽ നിന്ന് ഉദിച്ചു. പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി. ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലങ്കയിലുണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. മതി, ഇങ്ങനെ പറയാം. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ദൈവവചനം. അവർക്ക് വേണ്ടി, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം തമ്പുരാൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെ, അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷപ്പെട്ടത് വചനത്തിലൂടെയാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് ദൈവവചനം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് കാൽവറിയിൽ കാണുന്നത്. അപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യത, അഗ്നിമയമായൊരു പ്രമാണം. 119-ാം സങ്കീർത്തനം മുഴുവനും വചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് എടുത്താട്ടെ, 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇതാ ഞാൻ നിന്റെ വചനങ്ങളെ വാഞ്ചിക്കുന്നു. ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കുക. ഒരു കാറ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തോന്നിയാൽ നിങ്ങളത് മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, പൈസ സമ്പാദിക്കും. ഒരു ഷർട്ട് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയാൽ ആ കമ്പനിയുടെ ഷർട്ട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കും. വചനം ശ്രദ്ധിക്കൂ. വചനത്തിനായി വാഞ്ചിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. 42 നോക്കി. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. വചനത്തിൽ ആശ്രയിക്കുക. എന്താ ആശ്രയിക്കുക? നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ ആശ്രയിക്കും. നമുക്കൊരു കേസ് വന്നാൽ വക്കീലിനെ ആശ്രയിക്കും.
നമുക്കൊരു പ്രോപ്പർട്ടിയുടെ വിഷയം വന്നാൽ പഞ്ചായത്ത് ഓഫീസറെ ആശ്രയിക്കും. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. എല്ലാ പ്രശ്നത്തിനും ഉത്തരം എനിക്ക് വചനത്തിലുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ വചനത്തെ ആശ്രയിക്കുന്നു. രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രലോഭനങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, പീഡനങ്ങളാകട്ടെ, നൊമ്പരങ്ങളാകട്ടെ, ഏകാന്തതയാകട്ടെ, അതിനെല്ലാം എനിക്ക് ആകെ ഒരു സ്ഥലമേ ഉള്ളൂ, അത് വചനമാണെന്ന് ഇവൻ പറയുക. ഞാൻ എൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചാൽ അവൻ വായിക്കുമ്പോഴോ അവൻ പ്രാർത്ഥിക്കുമ്പോഴോ അവൻ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴോ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം വചനത്തിലൂടെ ദൈവം തരും. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ എല്ലാ വിഷയത്തിനും ഈ വചനം മതിയെന്ന് അവൻ പറയുക. അവൻ വചനം വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം വചനത്തിലൂടെ അവന് കിട്ടും. ഇല്ല എങ്കിൽ അവൻ പങ്കെടുക്കുന്ന ചർച്ചിലെ അന്നത്തെ വചന ശുശ്രൂഷയിൽ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം ദൈവം നൽകും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. വചനത്തിൽ ആശ്രയിക്കുന്നവൻ. 43 നോക്കി. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുകയാണ്. വിധി മീൻസ് വചനം. ഞാൻ നിന്റെ വചനത്തിനായി കാത്തിരിക്കുന്നു. എങ്ങനെയാ കാത്തിരിക്കുന്നേ? ഈ 119 ഒടുവിലേക്ക് വരുമ്പോൾ ഞാൻ യാമങ്ങളെ നോക്കിയിരിക്കുന്നു നിന്റെ വചനം ധ്യാനിക്കാൻ. 44 നോക്കി. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. 45 നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത്. ആരായുക എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുക എന്നാ, സൂക്ഷ്മമായി പരിശോധിക്കുക. ഇനി 46 ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. വചനം പറയുക. 47 ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. വചനത്തിൽ സന്തോഷിക്കുക. 48 എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. കൈ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്നു എന്നാ. വചനത്തിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്നു. 51 അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചർച്ചിലിരിക്കുമ്പോൾ വചനം ധ്യാനിക്കുന്നത് പോലെയോ വിശ്വാസികളുടെ മധ്യത്തിൽ വചനത്തെ ഉയർത്തുന്നത് പോലെയോ ജോലി സ്ഥലത്ത് പറ്റത്തില്ല. പബ്ലിക്കിൽ ഇടപെടുമ്പോൾ പരിഹസിക്കുന്ന ജനങ്ങളുടെ നടുവിലും ഞാൻ നിന്റെ വചനത്തെ സൂക്ഷിക്കുന്നു. അതാണ് 51. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ വചനം വിട്ടുമാറിയിട്ടില്ല. ആ വചനപ്രകാരം എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ ഞാൻ ഉത്സാഹിച്ചു. 52 നോക്കി. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവവചനം കൊണ്ട് സ്വയം ആശ്വസിക്കുന്നവൻ. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ താങ്ങാനാവാത്ത ഒരു പ്രതിസന്ധി വന്നാൽ തീർത്തും ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ വിഷയത്തിന് ഒരു ഉത്തരം ദൈവവചനത്തിൽ ഇല്ലാതെ വരികയില്ല. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തൊരു സമയം നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ വചനത്താൽ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. 52 വാക്യം. പണ്ടേ ഉള്ള നിന്റെ വചനമോർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഒരു രാത്രി നിങ്ങൾക്ക് വന്നാൽ ഉറപ്പിച്ചു പറയാം, എഴുതി വെച്ചോളൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പഴയ ഗ്രന്ഥം നിങ്ങളെ ആശ്വസിപ്പിക്കും. 53 നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. അതെന്താ? വചനത്തോടൊരു വൈകാരികത, ഇമോഷൻ.
വചനം ഇയാൾക്കൊരു ലഹരിയായിപ്പോയി. അപ്പോൾ വചനം അനുസരിക്കാത്തവരെ കാണുമ്പോൾ ഭയങ്കര ദണ്ണമാണ്. വചനം അനുസരിക്കാത്തവരെ കാണുമ്പോൾ ഒരു ദണ്ണം ഉണ്ടാകുന്നത് വചനം ഒരാൾക്ക് ലഹരിയാകുമ്പോഴാണ്. വഴക്കുണ്ടാക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ് വചനം അനുസരിക്കാതെ ജീവിക്കുന്നവരെ കാണുമ്പം. കാരണം അവൻ്റെ അന്തം എന്താകുമെന്ന് അറിയാം. അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാവരുമായിട്ട് ഇണങ്ങാൻ പറ്റാതെ വരും. വചനം അനുസരിക്കാത്തവരോട് ഭയങ്കര വിഷമം. എനിക്ക് ഉഗ്രകോപമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. 54 നോക്കിയേ. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. വചനം എൻ്റെ ഗാനമാണ്. നമ്മുടെ പാട്ടുകൾ മുഴുവൻ വചനമാണ്. വചനമില്ലാത്ത പാട്ട്, വചനമല്ലാത്ത പാട്ട് നമുക്കില്ല, നമുക്ക് വേണ്ട. നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. സ്തോത്രം. 77 നോക്കി. 77. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. എന്താ രസമുള്ള കാര്യം തന്നെ? മനുഷ്യനായ ഒരു രസം വേണ്ടേ? ക്രിസ്തീയ ജീവിതം ഒരു കാട്ടിപ്പോയിരിക്കുന്ന സന്യാസിയെ പോലെ അല്ല. ഇതിനകത്തൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ രസിക്കാം. ഞാൻ നിന്റെ വചനത്തിൽ രസിക്കുന്നു. 79 നോക്കി. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. വചനം അനുസരിക്കുന്നവർ തമ്മിലൊരു കൂട്ടായ്മയാണ്. അതിനൊരു ഭയങ്കര സുഖമുണ്ട്. 80. ഞാൻ ലജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ആമേൻ. 83. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അത്രമാത്രം ടെൻഷൻ ഇയാൾക്കുണ്ടായി. പക്ഷെ വചനം ഉപേക്ഷിച്ചിട്ടില്ല. നമുക്കിങ്ങനെ പറയാം, ശരീരം തകർന്നു, മനസ്സ് തകർന്നു, പക്ഷെ വചനം ഉപേക്ഷിച്ചിട്ടില്ല. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനായി. 87 നോക്കി. 87. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. ആരാ എന്താ സാഹചര്യം ഒന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. ഒരു മനുഷ്യൻ വളരെയധികം പീഡനത്തിന് വിധേയനായി. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചു. അടുത്തത്, നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല, പക്ഷേ വചനം ഞാൻ വിട്ടിട്ടില്ല. വചനം വിട്ടിരുന്നെങ്കിൽ അത്രയും മുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? തടയായിരുന്നു. വചനം വിട്ടൊരു സ്റ്റെപ്പ് വെച്ചിരുന്നെങ്കിൽ ഇത്രയും എന്ത് ചെയ്യത്തില്ല? മുടിയത്തില്ല. തടയാൻ പറ്റും. ജഡത്തിൻ്റെ മാർഗം ഉപയോഗിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ലോകപ്രകാരം ഒരുവൻ പെട്ടെന്ന് ധനവാനായില്ലെങ്കിൽ അവനെ ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പഠിക്കുന്നത് ശരിയാണോ? സ്തോത്രം. ഇങ്ങനെ ദൈവവചനത്തോടുള്ള വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. നമ്മുടെ വേദഭാഗത്തേക്ക് നമുക്ക് വരാം. പ്രബോധനങ്ങൾ ആരംഭിക്കുകയാണ്. ലേഖനങ്ങളുടെ എല്ലാം ഒരു രീതി അതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നും അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മുടെ പൊസിഷൻ എന്താണെന്നുമാണ് ലേഖനങ്ങളുടെ ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങൾ വിവരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തുവെന്നും അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മുടെ പൊസിഷൻ എന്താണെന്നും വിവരിക്കുന്നതാണ് ലേഖനങ്ങളുടെ ആദ്യത്തെ ചില അധ്യായങ്ങളിൽ കാണുന്ന രീതി. അത് കഴിയുമ്പോൾ പ്രായോഗികമായ ഉപദേശങ്ങളിലേക്കാണ് അപ്പോസ്തലന്മാർ തിരിയുന്നത്. കൂടുതൽ ലേഖനം എഴുതിയത് പോൾ ആണ്. അദ്ദേഹം ഈ രീതിയാണ് തുടരുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിലും ഇതാ, ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു,
അതുകൊണ്ട് നാം ക്രിസ്തുവിൽ ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ എത്രയോ നമ്പർ പറഞ്ഞല്ലോ, നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ളത്. എത്ര നമ്പർ പറഞ്ഞു? 28, 27, 1 മുതൽ 2-10 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ളതിന് 27 കാര്യം പറഞ്ഞു. ഇത്രയും പറഞ്ഞേച്ച് ഇനി പ്രബോധനത്തിലോട്ട് പോവുക. പ്രബോധനം 2:11 വായിച്ചാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. 11ഉം 12ഉം ഒരു കൊച്ചു പാരഗ്രാഫാണ്. നമുക്കൊന്ന് വായിക്കാം. ഇന്നത്തെ ക്ലാസ് അവിടെ തുടങ്ങാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കയറാം. അതായത് ദൈവവചന ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ ആദ്യത്തെ ഏകദേശം അരമണിക്കൂർ സമയം പറഞ്ഞത്. രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പത്രോസിൻ്റെ ലേഖന പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവീൻ എന്നതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നും ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നും വളരെ വിശദമായിട്ട് വിവരിച്ച ശേഷം തുടർന്ന് ഈ ജീവിതത്തിൽ നമ്മളെങ്ങനെ ജയകരമായ ജീവിതം നയിക്കാം എന്ന് പറയുകയാണ്. ഈ ഭാഗങ്ങൾ പഠിക്കാതെയും പഠിപ്പിക്കാതെയും ഇരിക്കുന്നത് ഒരു നീതി ഇല്ലാത്ത വേദപഠനമാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രബോധനങ്ങൾ ഞാൻ നോക്കി. ഈ അധ്യായത്തിൽ ഏതാണ്ട് 13 പ്രബോധനം ഇനിയും കിടക്കുക. 2-ാം അധ്യായം 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം 13 പ്രബോധനങ്ങൾ കിടക്കുക. 13 പ്രബോധനങ്ങൾ. 12-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ പ്രബോധനം, നടപ്പ് നന്നായിരിക്കണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തൃപ്തിപ്പെടാതെ നടപ്പ് നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈല് നിങ്ങളുടെ വിശ്വാസത്തിനനുസരണമാകണം. നിങ്ങളുടെ അകത്ത് കയറിയ വചനം നിങ്ങളുടെ കൈകളിലേക്കും കാലുകളിലേക്കും നാവിലേക്കും വ്യാപിക്കണം. ഒന്നുകൂടെ പറയാം. അകത്ത് കയറിയ വചനം കാലിലോട്ട് വന്നാൽ എല്ലായിടത്തും പോകാൻ ഒക്കുകയില്ല. അകത്ത് കയറിയ വചനം കയ്യിലോട്ട് വന്നാൽ എല്ലാം മേടിക്കാൻ പറ്റുകയില്ല. അകത്ത് കയറിയ വചനം വായിൽ വന്നാൽ എല്ലാത്തിനും മറുപടി പറയാൻ പറ്റുകയില്ല. അകത്ത് കയറിയ വചനം കണ്ണിൽ വന്നാൽ എല്ലാം നോക്കാൻ ഒക്കുകയില്ല. യേശു കാണുന്ന പോലെ കാര്യങ്ങളെ കാണേണ്ടി വരും. നടപ്പ്, നിങ്ങളുടെ അകത്ത് വീണ വചനം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിച്ചിട്ടുണ്ടോ? ബാധിക്കണമെങ്കിൽ നിങ്ങൾ അനുവദിക്കണം. കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു അച്ഛൻ ടെലിവിഷനിലും ഇൻ്റർനെറ്റിലും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു, അച്ഛൻ്റെ ക്ലാസ് മനോഹരമായിരിക്കുന്നു, പക്ഷേ അച്ഛൻ കല്യാണം കഴിച്ച ആളാണോ? കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്? അച്ഛൻ്റെ മറുപടി, ഷുഗർ രോഗികളെ ചികിത്സിക്കുന്ന ആൾക്ക് ഷുഗർ വേണോ നിർബന്ധമുണ്ടോ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ ഭയങ്കര മിടുക്കനാ. അതിനകത്ത് സ്വർഗത്തിൽ പോണ കാര്യമൊന്നുമില്ല. വീട്ടിലെങ്ങനെ അടികൂടാം, പോസിറ്റീവായിട്ട് എങ്ങനെ അടികൂടാമെന്നൊക്കെ പുള്ളി പറഞ്ഞു തരുന്നുണ്ട്. നല്ലതാണ്. രസകരമായ ക്ലാസ്സാണ്. കുഴപ്പമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. പുസ്തകം മേടിക്കാൻ കിട്ടും. മനോരമ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. CD വാങ്ങാൻ കിട്ടും. ഈ അടുത്ത കാലത്ത് ഈ വിഷയത്തിൽ ഒരുപാട് അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നല്ല കാര്യം എപ്പോഴും പറയണമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു ആശയത്തോട് യോജിക്കാൻ പറ്റുകയില്ല.
ഷുഗർ രോഗിക്ക് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർക്ക് ഷുഗർ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഉപദേശിക്ക് ജയകരമായ ക്രിസ്തീയ ജീവിതം ഉണ്ടായിരിക്കണം. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആൾക്ക് വിശുദ്ധ ജീവിതം ഇല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് പുസ്തകം അടയ്ക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ അകത്ത് കയറിയ വചനം നിങ്ങളുടെ ജീവിതത്തെ, ലൈഫ് സ്റ്റൈലിനെ ബാധിച്ചിട്ടുണ്ടോ? ഇത് ഈ ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ബാധിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അകത്ത് വചനം കയറിയെന്ന് നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അകത്ത് വചനം കയറിയെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് മനസ്സിലായോ? നടപ്പ് നന്നായിരിക്കണം. പ്രബോധനം 1. ഓരോന്നും പിന്നീട് വിവരിക്കാം. 2, രാജാവിന് കീഴടങ്ങുവീൻ. 13-ാം വാക്യം. സകല മനുഷ്യ നിയമത്തിനും നമുക്ക് പിന്നെ വായിക്കാം. 3, ഉദ്യോഗസ്ഥന്മാർക്ക് കീഴടങ്ങുവീൻ. വാക്യം 14. 4, ദൈവ ഇഷ്ടം തിരിച്ചറിയുക. വാക്യം 15. 'അതിനോട് ബന്ധമുള്ളൊരു കാര്യം 19-ാം വാക്യത്തിലുണ്ട്. അതുകൊണ്ട് 5-ാമത് അത് ഞാൻ എഴുതി. ദൈവപ്രസാദം വരുമാറി ജീവിക്കുക. വാക്യം 19. 6, സ്വതന്ത്രരായി നടക്കുവീൻ. വാക്യം 16. 7, അടിമയായി നടക്കുവീൻ. വാക്യം 16. വളരെ വിവരിക്കേണ്ട ഭാഗമാണ്. അവിടെ നമ്മൾ സമയം കൊള്ളെടുക്കും. 8, എല്ലാവരെയും ബഹുമാനിപ്പീൻ. 9, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. എല്ലാത്തിനും കൂടെ ഒരു വാക്യം പറയാം. 3 എണ്ണം എഴുതി കഴിഞ്ഞിട്ട് പറയാം. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ. വാക്യം 17. 3, 8, 9, 10. പതിനൊന്ന്, തൊഴിൽ ദാതാവിന് കീഴടങ്ങുകയും. 18, കഷ്ടം സഹിക്കുവീൻ. 20, യേശുവിനെ മാതൃകയാക്കി ജീവിക്കുവീൻ. 21. ഇങ്ങനെ 13 പ്രബോധനമാണ് ഞാനൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഈ 11 മുതൽ 25 വരെ കണ്ടത്. 13 പ്രബോധനങ്ങൾ. അഥവാ പുതിയ നിയമവിശ്വാസിക്ക് പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന 13 കൽപ്പനകൾ. ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് ഒന്ന് ധ്യാനിക്കാം. 11-12. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. അവരുടെ ഇടയിൽ. ആരുടെ ഇടയിൽ? ആരുടെ ഇടയിൽ? യെസ്. ഫിലിപ്പിയ ലേഖനം
2-ാം അധ്യായം 15-ാം വാക്യത്തിലോട് നോക്കി. അവരുടെ ഇടയിൽ വീണ്ടും വരിക. അപ്പോൾ 2 പേരും ഒരേ കാര്യമാണ് പറയുന്നത്. പൗലോസും പത്രോസും 2 പേർക്കും ദൈവം കൊടുത്ത വെളിപ്പാട് സെയിമാണ്. കർത്താവ് പറഞ്ഞതും തന്നെയാണ് അപ്പോസ്തലന്മാർ വിവരിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞതിന് വിരുദ്ധമായി ഒന്നും ലേഖനങ്ങളിലില്ല. ലേഖനങ്ങളുടെ മുഴുവനും ബേസ് സുവിശേഷങ്ങളാണ്. ലേഖനങ്ങൾ പലരെഴുതിയെങ്കിലും സുവിശേഷത്തിൽ നിന്ന് വഴിവിട്ട ഒരു ലേഖനവുമില്ല. യേശു കർത്താവ് പഠിപ്പിച്ചത് തന്നെയാണ് ലേഖനങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിച്ചു വരുമ്പോൾ നമ്മൾ ഗിരിപ്രഭാഷണത്തിലോട്ട് തിരിച്ചു പോകും. ലേഖനങ്ങൾ ധ്യാനിച്ച് 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 മുമ്പോട്ട് വന്നാൽ നമ്മൾ എവിടെ എത്തുമെന്നറിയാമോ? മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെത്തും. അതാ സത്യം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ ഭയങ്കര ദണ്ണ. കാരണം നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റുകയില്ല. അത് കാരണം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അത് പ്രായോഗികമാക്കാനായിട്ട് സാധിക്കും. ഈ ലേഖനങ്ങൾ അതിൻ്റെ ഇച്ചിരൂടെ ലളിതമായ വിശദീകരണമാണ്. അത് ധ്യാനിച്ചു വരുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഗിരിപ്രഭാഷണത്തിലോട്ട് എത്തും. സ്നാനപ്പെടുത്തുമ്പം പറയുന്നൊരു വാക്കുണ്ട് കർത്താവ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കുകയും. സ്നാനം കൊണ്ട് തീർന്നോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. ഒരുപാട് പേരുടെ കൽപ്പനയൊന്നും നമുക്കില്ല. ഒറ്റയാളുടെ കൽപ്പനയേ ഉള്ളൂ, നമ്മുടെ രക്ഷകന്റെ കൽപ്പന. അത് പ്രമാണിക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന ജോലിയാ ഉപദേശിയുടെ ജോലി. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രമാണിക്കാൻ ഇവനെ നമ്മൾ എക്വിപ്പ് ചെയ്യണം. ഇത് പ്രമാണിക്കാൻ ഇവനെ നമ്മൾ പ്രാപ്തനാക്കണം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാൻ വിശ്വാസിക്ക് ട്രെയിനിങ് കൊടുക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുകയും. അപ്പോൾ ഉപദേശിച്ച് ശിഷ്യരാക്കണം. യേശു കൽപ്പിച്ചത് പ്രമാണിക്കാൻ. യേശു കൽപ്പിച്ചത് പ്രമാണിക്കാൻ ഈ ശരീരത്തിൽ താമസിക്കുമ്പോൾ എളുപ്പമല്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. അവരുടെ ഇടയിൽ നോക്കിയേ, നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നത് ഞാൻ ഇങ്ങനെയാക്കാം, പ്രകാശിക്കണം. ശുഭാപ്തി വിശ്വാസത്തിൽ പൗലോസ് പറയുകയാണ്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു അഥവാ പ്രകാശിക്കണം. സഭ ശോഭിക്കേണ്ടത് ജാതികളുടെ ഇടയിലാണ്, ദുഷ്പ്രവൃത്തിക്കാരുടെ ഇടയിലാണ്. പേജ് മറിക്കാതെ 10 വർഷത്തിന് നോക്കി. അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. ആരുടെ ഇടയിൽ? മോളി പറയുന്നുണ്ട്, നിങ്ങളെ ദുഷിക്കുന്നവരുടെ ഇടയിൽ. ക്ലിയറാ? നിങ്ങളെ ദുഷിക്കുന്നവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അത് തന്നെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഇടയിൽ. ആരുടെ ഇടയിലാന്ന് 14-ാം വാക്യത്തിലുണ്ട്. ഫിലിപ്പിയർ 2:14. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. വക്രത, കോട്ടം. കെട്ടിടം പണിയുമ്പോൾ, ഭിത്തി കെട്ടുമ്പോൾ, മതിൽ കെട്ടുമ്പോൾ ചെറിയ കോട്ടം ഉണ്ടെങ്കിൽ ഉടനെ പരിഹരിക്കും.
മേസൺ ചരട് നോക്കും. ചരടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കോട്ട ഉണ്ടായി മനസ്സിലാവും. ആ ചെറിയ കോട്ട അല്ലേ എന്ന് പറയത്തില്ല. ഉടൻ തന്നെ വലിച്ച കല്ല് മാറ്റും. ചരട് മാറ്റി കെട്ടുകയല്ല, കല്ല് മാറ്റി വെക്കും, അല്ലെങ്കിൽ ഇച്ചിരി തട്ടിക്കളയും. ചെറിയ കോട്ടം കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിയ കോട്ടമാവും. പിന്നെ പണിയാൻ പറ്റാതെയാവും, കെട്ടിടം താഴെ പോവും. വക്രതയും കോട്ടവും. വക്രത എന്ന് പറഞ്ഞാൽ നേരും ചൊവ്വും പറയാതിരിക്കുക. തെക്കോട്ട് പോവുക എന്ന് ആ പുള്ളി പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോണം, വടക്കോട്ടാണെന്ന് ഉറപ്പാണ്. നമ്മൾ ജീവിക്കുന്ന ആ സമൂഹത്തിൻ്റെ പോക്ക് നമ്മളെ ബാധിക്കും. അങ്ങനെ അതിൻ്റെ കിടപ്പ്. ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആണല്ലോ ഈ അമേരിക്കയിലോട്ടൊക്കെ ഒരു വിസ കിട്ടുന്നത്, ഇമിഗ്രൻ്റ് ആയി പോണത്, ഇംഗ്ലണ്ടിലും ഒക്കെ. ഇത്ര നാൾ പ്രാർത്ഥിച്ചൊക്കെ ആവുന്നു, പേപ്പർ വർക്കെല്ലാം ചെയ്ത് അവിടെ ഒന്ന് ചെല്ലും. ഇപ്പം അതിനേക്കാളൊക്കെ പ്രാർത്ഥിക്കുക ഇങ്ങോട്ടൊന്ന് പോരാൻ പറ്റുമെന്നറിയാം. കാരണം പല കുടുംബങ്ങളും പിള്ളേർ കൈവിട്ടു പോയി. ഞാനിതിലെല്ലാം നടന്ന് കണ്ടപ്പോൾ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഒരു നല്ല വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ പോയെന്നേ ഉള്ളൂ, ഒരു തെറ്റല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെ നിയന്ത്രിക്കാൻ മേല. അതിനെ നിയന്ത്രിക്കാൻ മേലാത്ത നമ്മുടെ പിള്ളേരില്ലേ, അവിടെയും പറ്റും ഇവിടെയും ഒരുപോലെയല്ലേ? അല്ല, ഈ സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. അതാണ് ഇതിൻ്റെ കാര്യം. തലമുറ ഇപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ കുട്ടിയോട് കൂട്ടുകാർ ചോദിക്കുന്നത്, ഇപ്പോഴും നീ പേരൻസിൻ്റെ കൂടെയാണോ? അപ്പം പേരൻസിനെ വിട്ടില്ലെങ്കിൽ എന്തോ ഒരു മോശമാണ്. അപ്പം പിന്നെ വിടണം. മാതാപിതാക്കൾ പറയുന്ന കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒരു നാണക്കേട്. ഇത് നിൽക്കണ്ടേ, പിടിച്ച് നിൽക്കണ്ടേ? ഒരു 10-13 വയസ്സായി കഴിയുമ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ബോയിയെ പള്ളിക്കൂടത്തിൽ പിന്നെ പഠിക്കാൻ പറ്റൂല. കൾച്ചറിൻ്റെ പ്രശ്നമാണ്. തലമുറ. എന്നാൽ അവിടുത്തെ പിള്ളേർ ആത്മീയരായിട്ട് ജീവിക്കാനായിട്ടുള്ള ട്രെയിനിങ്ങുള്ള ദർശനമുള്ള പിള്ളേർക്ക് അവിടുത്തെ പ്രശ്നത്തെ അതിജീവിക്കാൻ അവരവിടെ വളർന്നതുകൊണ്ട് അവർക്ക് കഴിയും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് അതും ഇതും കൂടെ കൂടി അവരാകെ വിഷമിക്കും. ഇനി ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ അവർ ശ്രമിക്കും. ഒടുവിൽ മലയാളം ഉപേക്ഷിക്കും, ഇംഗ്ലീഷ് പഠിക്കും. അത് ശരിയായ ഇംഗ്ലീഷ് ആകത്തുമില്ല. അതിൻ്റെയും വിഷമം. എല്ലാം കൂടെ കിടന്ന് വിഷമിക്കുന്ന പിള്ളേരെ ഞാൻ ഒരുപാട് പേരെ കണ്ടു. അവരെ നമ്മൾ പുച്ഛിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാധീനം നിശ്ചയമായിട്ട് നമ്മളെ ബാധിക്കും. അതിനുള്ള മരുന്നാണ് ഈ പറയുന്നത്. അവരുടെ ഇടയിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഒറ്റ ചോദ്യമേ ഉള്ളൂ കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. നീ അവരെ സ്വാധീനിക്കുമോ, അവർ നിന്നെ സ്വാധീനിക്കുമോ? നീ അവരെ സ്വാധീനിക്കണമെന്ന് ആഗ്രഹിച്ചാലേ അവർ നിന്നെ സ്വാധീനിക്കാതെ എങ്കിലും നിനക്ക് തടി തപ്പാൻ പറ്റുമോ? 2 ഇൻഫ്ലുവൻസ് ലോകത്തിലുള്ളത്. ഒന്ന് ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ്, പാപത്തിൻ്റെ ഇൻഫ്ലുവൻസ്, പിശാചിൻ്റെ ഇൻഫ്ലുവൻസ്. 2 പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫ്ലുവൻസ്, വചനത്തിൻ്റെ ഇൻഫ്ലുവൻസ്. ഇത് എന്നിലുണ്ടെങ്കിൽ എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരാളെ ക്രിസ്തുവിലേക്ക്, വചനത്തിലേക്ക് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ, നടത്താൻ ഒത്തില്ലെങ്കിലും അവൻ്റെ കൂടെ ഞാൻ പോകാതെയെങ്കിലും ഇരിക്കാൻ പറ്റും. നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറ. നുണ പറയുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന, ദ്രവ്യാഹം കാണിക്കുന്ന, തട്ടിപ്പറിക്കുന്ന, പിടിച്ചു പറിക്കുന്ന, മുമ്പിൽ കയറാൻ ശ്രമിക്കുന്ന, ചാടിക്കേറുന്ന, ക്ഷമയില്ലാത്ത, അത്യാഗ്രഹമുള്ള,
പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മുമ്പിൽ വെളിച്ചം കൊടുക്കുന്നവരായി നിങ്ങൾ ജീവിക്കണം. ആ രീതി കണ്ട് അത് പഠിക്കാതെ അവർക്ക് വെളിച്ചം കൊടുക്കുന്നവരായി നിങ്ങൾ തീരണം. ഈ മുമ്പിൽ കയറുക, തോപ്പിക്കുക, എങ്ങനെയെങ്കിലും മറ്റൊരാളെ ഓവർടേക്ക് ചെയ്യുക, ഒന്നാമതാകുക, ഈ വക ആഗ്രഹങ്ങളാലുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇറങ്ങേണ്ട സപ്ലിമെൻ്റ് ഇന്നിറങ്ങിയിട്ടുണ്ട് മനോരമയുടെ. അതിനകത്ത് ചിന്താവിഷയം വന്നിരിക്കുന്നത് രസകരമായിട്ടുണ്ട്. ഒരു മനുഷ്യൻ സൈക്കിൾ ചവിട്ടി പോവുക. അപ്പോൾ അയാളുടെ മുമ്പിൽ ഒരാൾ കുറേ ദൂരെ പോകുന്നുണ്ട്. അയാളെ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം കയറി. അപ്പോൾ അയാൾ ഒരു 1/2 കിലോമീറ്റർ മുമ്പിലാണ് ആഞ്ഞു ചവിട്ടി. മറ്റേ മോട്ടോർ സൈക്കിൾ പോലെ അല്ലല്ലോ, കഷ്ടപ്പെട്ട് ചവിട്ടി. അപ്പോഴത്തേന് ആ 1/2 മൈൽ മുമ്പ് നിന്നയാൾ വീണ്ടും 1/2 മണിക്കൂർ മുമ്പിൽ പോയല്ലോ. അപ്പോൾ 1 മൈൽ കഴിഞ്ഞപ്പോഴാണ് കയറാൻ പറ്റിയത്. കയറിയാൽ ഉടനെ നിർത്താൻ മേലല്ലോ. അപ്പോൾ ഇവൻ മുമ്പ് കയറരുതല്ലോ. പിന്നെയും പോയി 1 മൈലും കൂടെ. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിയുടെ വീട്ടിലോട്ട് പോകേണ്ട സ്ഥലം കഴിഞ്ഞ് 1 കിലോമീറ്റർ പോയി. പിന്നെ തലേ മുണ്ടിട്ടുണ്ട് തിരിച്ചു പോരുക വീട്ടിൽ പോകാൻ. കൊച്ചു കഥയാണേലും ഭയങ്കര ആശയമല്ലേ. വേറൊരാളെ നോക്കിയാ പോളെ, നമ്മൾ എവിടെയോട്ടാ പോണെന്ന് പോലും മറന്നു പോവുക. എങ്ങനെയും അവനെ തോപ്പിച്ചല്ലോ. ഇതാണ് പ്രശ്നം. അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അതാ ഈ തലമുറയുടെ പ്രശ്നം. എങ്ങനെയെങ്കിലും മുമ്പിൽ വരണം. അവിടെ ഒന്നും സ്ലോ ചെയ്യാനുള്ളൊരു മനസ്സില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയും ഈ പ്രമാണങ്ങളെല്ലാം കേൾക്കുകയും അത് വിട്ടിട്ട് ലോകം കാട്ടിക്കൂട്ടുന്ന പ്രമാണത്താൽ വശീകരിക്കപ്പെട്ടിട്ട് അതിൻ്റെ പുറകെ ഓടുകയും ചെയ്യുന്ന ഈ ദുഷ്പ്രവണതയിൽ നിന്ന് പുറത്തു വരണം. അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച ദൈവപൈതലേ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന വിശ്വാസി, ദൈവരാജ്യത്തിൽ പോകാൻ ഒരുങ്ങുന്ന ദൈവപൈതലേ, നീ ലോകത്തിൻ്റെ വഴി പഠിക്കരുത്. ലോകത്തിൻ്റെ പിറകെ പോകാൻ കൊതിക്കരുത്. ലോകത്തിൻ്റെ സ്പീഡ് എടുക്കരുത്. ലോകത്തിൻ്റെ സ്റ്റൈൽ എടുക്കരുത്. ലോകത്തിൻ്റെ ഫാഷൻ എടുക്കരുത്. ലോകത്തിൻ്റെ ചിന്ത എടുക്കരുത്. ദൈവവചനത്തിൻ്റെ ചിന്തയിൽ നിന്നെ തന്നെ നീ രൂപപ്പെടുത്തണം. ചില സമയത്ത് ഞാൻ മണ്ടനാണോ, എനിക്ക് പൊട്ടത്തരം പറ്റിയോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ മറക്കരുത്, നീ വിശ്വാസത്തിൽ വന്നപ്പോഴായിരുന്നു നീ ഏറ്റവും വലിയ പൊട്ടനായത്. മറക്കരുത്, നീ വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൊട്ടനെന്ന് നിന്നെ മുദ്ര കുത്തിയത്. അതിനേക്കാളൊന്നും പൊട്ടൻ ഇനി ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് വചനത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ ഒന്നുകൂടെ ഇന്ന് ഈ രാവിലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവം മുൻപാകെ സമർപ്പിക്കാം. നമ്മുടെ വാക്യം: ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളെ ദുഷിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദർശനത്തിൻ്റെ സമയം വരുമെന്ന് നീ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ പോലും നിന്റെ സ്വഭാവം മാറരുത്. അവർ ദുഷിച്ചോട്ടെ, നീ നിന്റെ സ്വഭാവം മാറ്റാതെ വചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ നാളെ നിന്നെ ചൊല്ലി അവർ ദൈവത്തെ സ്തുതിക്കും. സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായി ഇരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തന്നെ
കാണാനും കഴുകാനുമുള്ള ഒരു ക്ലാസ്സായത്. ഇതാണ് കട്ടിയായ ആഹാരം. ഇത് ദഹിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച്. കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ വക്രതയും കോട്ടവും വിശുദ്ധന്മാരെ ദുഷിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ, സാഹചര്യത്തിൽ അതിനോട് ഇണങ്ങിപ്പോകാതെ, അതിലേക്ക് സ്വാധീനിക്കപ്പെടാതെ, ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അവരെ സ്വാധീനിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വക്രതയും കോട്ടവുമുള്ള തലമുറയെ വചനത്തിലേക്ക് സ്വാധീനിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. വിശുദ്ധന്മാരെ ദുഷിക്കുന്ന സമൂഹത്തിൽ ദൈവവചനപ്രകാരം ഒരു ജീവിതം നയിച്ച് അവരും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരേണ്ടതിന് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഇന്ന് രാവിലെ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഈ കട്ടിയായ ആഹാരം ഞങ്ങൾക്ക് തരുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ ഏറിയ കൊല്ലം ഈ പാല് മാത്രം കഴിച്ച് ജീവിതം തള്ളിവിട്ടു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളെ തന്നെ കാണാൻ ശ്രമിക്കുന്ന, ഞങ്ങളിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുന്ന, ഞങ്ങളെ തിരുത്തുവാൻ സഹായിക്കുന്ന നിന്റെ തിരുവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഴമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിനായിട്ട് എൻ്റെ മക്കളെ ഒരുക്കണമേ. ഇതാർക്ക് സാധിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യമെന്ന് കർത്താവ് പറഞ്ഞു. വചനപ്രകാരമുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന് ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സമയം മുമ്പോട്ടൊക്കെ പോയി. വാസ്തവത്തിൽ അത് ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. വാക്യം 11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം എന്താണിത്? 1, ധനമോഹം. 2, സ്ഥാനമോഹം. 3, ജഡമോഹം. മോഹമാണ് ആത്മീയ വളർച്ചയ്ക്ക് മുഖ്യ തടസ്സം. നമ്മളിപ്പോൾ തുറന്നു വച്ചിരിക്കുന്ന 1 പത്രോസ് 1:14 ബൈബിൾ തുറന്നു വെച്ചിട്ടുള്ളവർ നോക്കിയോ, വായിക്കേണ്ട. പണ്ട് നിങ്ങളുടെ അറിവില്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങൾ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മോഹങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം തുടരുകയാണോ? അതിനെ ആത്മീയവൽക്കരിച്ചെടുക്കുകയാണോ? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങൾ, ആ മോഹങ്ങളെ സാധിച്ചെടുക്കാൻ അന്ന് ബലപ്രയോഗം ചെയ്യും, ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും.
പണ്ട് അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ സാധിച്ചെടുക്കാൻ പണ്ട് ബലപ്രയോഗം നടത്തും, പരിശ്രമിക്കും. ഇന്നോ പ്രാർത്ഥിക്കും. മോഹങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. എന്താ ആ വാക്യത്തിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യനെ നയിക്കുന്നത് ആഗ്രഹങ്ങളാണ്. ഒന്നും നേടാനില്ലേ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? മനുഷ്യനെ നയിക്കുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ്, അവൻ്റെ മോഹങ്ങളാണ്. എനിക്കതുപോലൊരു വീട് വെക്കാം, എനിക്കതുപോലെ ഒന്ന് ചെയ്യാം, എനിക്കിതാകാം, അതാകാം. നല്ലതല്ലേ അത്? ഒരു തെറ്റുമില്ല. അപ്പോൾ അവനെ നയിക്കുന്നത് എന്തെങ്കിലും ഒന്ന് നേടാൻ മുമ്പിലില്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നത്? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കാതെ, അഥവാ അതിനാൽ നിങ്ങൾ നയിക്കപ്പെടാതെ, നിങ്ങളെ വിളിച്ച വിശുദ്ധനാൽ നയിക്കപ്പെടണം. അന്ന് നിങ്ങളെ നയിച്ചത് നിങ്ങളുടെ മോഹങ്ങളാണെങ്കിൽ ഇന്ന് നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ കർത്താവാണ്. കർത്താവ് നയിച്ചാൽ നഷ്ടം വരുമോ? കർത്താവ് നയിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടാതിരിക്കുമോ? നമുക്കൊരു വീടോ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരാതെ നമ്മളെ വട്ടം കറക്കുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ മോഹങ്ങളല്ല, നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ കർത്താവാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹം മുഴുവനും യേശുവിലോട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക. ആമേൻ. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മോഹങ്ങൾ, എൻ്റെ സങ്കല്പങ്ങളെല്ലാം ഞാൻ യേശുവിലോട്ടിട്ടു. എന്നെ നയിക്കുന്നത് പിന്നെ എൻ്റെ കർത്താവാണ്. മോഹങ്ങളെ അനുസരിച്ച് നടക്കാതെ യേശുവിനെ അനുസരിച്ച് നടക്കുക. യേശുവിനെ അനുസരിച്ച് നടന്നാൽ നമ്മുടെ മോഹങ്ങളൊക്കെ നടക്കുമോ പാസ്റ്ററേ? സ്തോത്രം. എന്തൊക്കെ നടന്നാലും നമുക്കിവിടെ അധികം സമയമില്ലല്ലോ. അതുകൊണ്ട് മോഹങ്ങളോട് നോ പറയാൻ വചനധ്യാനം നമ്മെ സഹായിക്കും. മോഹങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന വചന ശുശ്രൂഷ പോലും ഉണ്ട്. സ്തോത്രം. അതാണ് സഹിക്കാൻ മേലാത്തത്. ഒരാൾ വിഷം കൊടുക്കുകയാണെങ്കിൽ അത് ക്ഷമിക്കാം. പാലിനകത്തൊഴിച്ചു കൊടുത്താൽ നമുക്കത് ക്ഷമിക്കാൻ പറ്റിയല്ല. മോഹങ്ങളെ വർദ്ധിപ്പിക്കുന്ന വചന ശുശ്രൂഷ, മോഹങ്ങളെ വർദ്ധിപ്പിക്കുന്ന സ്പിരിച്വൽ മീറ്റിംഗ്, ഇത് ഭയങ്കര ഒരു അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹങ്ങളോട് നോ പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ധനമോഹം എടുത്തേ. 1 തിമോത്തിയോസ് 6:3 മുതൽ ഒന്ന് നിർത്തി വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുശംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ
ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത്? ഇത് വായിക്കണ്ടായിരുന്നു, വേറെ എന്തോരം ഭാഗങ്ങളുണ്ട്. അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയെങ്കിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. ഒറ്റയടിക്കൊരു മരുന്ന് തന്നാൽ മാറുന്നതിനേക്കാളും വളരെ വഷളായിപ്പോയി. നിങ്ങൾക്കറിയാം, ഈ ക്ലാസ് പാസ്റ്റേഴ്സിന് വേണ്ടിയായി എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടായിരിക്കും എടുക്കുന്നത്, അല്ലേ? എന്തിനാ ഞാൻ ഉദാഹരണം പറയാനാണ് പോണേ. തീമോത്തിയോസിൻ്റെ ലേഖനം ആർക്കാ? പാസ്റ്റേഴ്സിനാ. അപ്പോൾ ബൈബിളിലെ ഏറ്റവും ഡീപ്പായ ടീച്ചിങ് എവിടെ കിടക്കുന്നു? ഇടയലേഖനങ്ങളിൽ കിടക്കുന്നു. അപ്പോൾ തീമോത്തിയോസിൻ്റെ പേർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്ന ഈ കാര്യം, ഒരു സന്തോഷിപ്പിച്ച വാക്യം വായിച്ചുകൊണ്ടിരുന്നുകൊള്ളാം എന്ന് പറയുന്ന ഭാഗത്ത് ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും വായിച്ചു കേട്ടിട്ടുണ്ടോ? ഇത് ദഹിക്കുകയില്ലാത്ത സാധനം, കട്ടിയായ ആഹാരത്തിലോട്ട് കയറുക, ഇത് ദഹിക്കുകയില്ല. 1 വർഷം ഇതകത്ത് കിടക്കും. ഒടുവിൽ ഛർദ്ദിച്ച് കളയേണ്ടി വരും. എന്നിട്ട് വേറെ പോസിറ്റീവായിട്ടുള്ള സാധനം കേൾക്കുന്നിടത്തോട്ട് പോകേണ്ടി വരും. ബൈബിൾ ക്ലാസ് പോരെ, വേറെ ഉണ്ടല്ലോ വെറൈറ്റി. സാധാരണ കേൾക്കാത്ത ചിലത് ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് മുഴുവൻ വിവരിക്കാൻ കുറേ സമയമെടുക്കും. ശ്രദ്ധിച്ചേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഉണ്ടോ? വചനവും പത്യവചനവും. പത്യമെന്ന വാക്ക് ആയുർവേദ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞുതരും. മരുന്ന് തരുമ്പോൾ അയാൾ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. പത്യം നോക്കുവോ? അയ്യോ ബുദ്ധിമുട്ടാ, എന്നാ മരുന്ന് കൊണ്ടുപോകണ്ടാട്ടോ. പത്യവചനം. ആ വാക്കൊക്കെ തർജ്ജിമ ചെയ്തവരെ നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചേ. ഗ്രീക്കിൽ നിന്ന് അത് മലയാളത്തിൽ കൊണ്ടുവന്നപ്പോൾ പത്യവചനമെന്ന് ചാത്തുമേനോൻ എഴുതിയെങ്കിൽ എന്തോരം ഭാഷകൾ തപ്പിയിട്ടായിരിക്കും ആ വാക്കെടുത്ത് അവിടെ വെച്ചത്. മൂലഭാഷയോട് കൂറു പുലർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏറ്റവും നല്ല വാക്കെടുത്തിട്ടിരിക്കുക പത്യവചനം. ഭക്തിക്കൊത്ത ഉപദേശം. അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ ദ്രവ്യാഗ്രഹത്തിന് അനുകൂലമായ ഉപദേശം പത്യവചനമല്ല. അതാണ് വിഷയം. അങ്ങനെ പഠിപ്പിക്കാമെന്നേ, അങ്ങനെ പഠിപ്പിക്കാം. വചനമായിരിക്കും, പക്ഷെ പത്യവചനമായിരിക്കില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. അന്യത ഉപദേശിക്കുന്നവൻ. അപ്പം അങ്ങനെ ഉപദേശിക്കുന്നവർ ഉണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞില്ലേ? ഭൗതികതയിൽ അധിഷ്ഠിതമായ ടീച്ചേഴ്സും ടീച്ചിങ്സും ഉണ്ടാകുമെന്ന് അന്ന് പറഞ്ഞിരിക്കുന്നു. ബൈബിളും പ്രാർത്ഥനയും എല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി മാറ്റിമറിക്കുന്നു. ആർക്കും പിടികിട്ടത്തുമില്ല. ഒരു വലിയ ജനത്തെ വഴിതെറ്റിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമോ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധി, സത്യത്യാഗം, വ്യർത്ഥവാദം എന്നിവയുളവാകുന്നു. അവർ, അങ്ങനെ പഠിപ്പിക്കുന്നവർ, ഇനി ശ്രദ്ധിച്ചേ 5-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ്, അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ആര്? ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവഭക്തി
ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ദൈവഭക്തി ആദായ സൂത്രം. ഇത് ലാഭമുണ്ടാക്കാനുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഏതൊരു ആത്മീയ പ്രവർത്തകനും ഈ കൂട്ടത്തിൽപ്പെടും. ഇത് ലാഭമുണ്ടാക്കാനാണോ എന്ന് കൂടെ കൂടെ ശോധന ചെയ്യേണ്ടതാണ്. ഈ ബൈബിൾ ക്ലാസ് നടത്തുന്നത് സത്യങ്ങൾ പറയാതിരിക്കുന്ന എന്തിനാ പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ, കടയിൽ ഒരാൾ ഒരു കൺവെൻഷൻ്റെ നോട്ടീസ് കൊടുക്കാൻ ചെല്ലുക. അപ്പം അവിടെ ഇരിക്കുന്ന വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഏതാണ്ട് കണ്ട് എന്നാ വിലയാവും? ഇത്രയും വിലയാവും. കൺവെൻഷൻ കഴിയട്ടെ, ബാക്കി വരികയാണെങ്കിൽ ഒരെണ്ണം മേടിക്കാം. ആ സഹോദരൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം ആ ലെവലിലല്ല ഇതിനെ കാണുന്നേ. ഇപ്പം ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് കേട്ടാൽ അപ്പോൾ ഇനിയും കൺവെൻഷന് സ്വോത്രകാഴ്ചയൊക്കെ ഇടണമെന്ന് ഇവർ പറയുമ്പം നമ്മളൊന്നുകൂടി ആലോചിച്ച് ഇടണം എന്നൊരു ചിന്ത ഇതിനകത്തൂടെ കയറും. അതുകൊണ്ടാണ് പറയണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഇത് നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവഭക്തി ആദായ സൂത്രം. ഒരു മീറ്റിംഗ് നടത്തുന്നത് അതിൽ കൂടി ഒരു ലാഭമുണ്ടാക്കാനാണോ? എൻ്റെ സ്നേഹിതൻ സാജു മാത്യു സാറിൻ്റെ പുസ്തകം തീരെ വിലക്കുറവിൽ കൊടുക്കുന്നു. പാറമേൽ അടിസ്ഥാനം എഴുതുന്ന ബുക്ക് തീരെ വിലക്കുറവില്ല. പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള മലയാളം പുസ്തകങ്ങളിൽ ഏറ്റവും ബെസ്റ്റാണ് പാറമേൽ അടിസ്ഥാനം എഴുതുന്ന ബുക്ക്. അതിങ്ങനെ തീരെ വിലക്കുറവിൽ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണ് മുതലാകുന്നത്? എന്നോട് തിരിച്ചൊരു ചോദ്യം, കൺവെൻഷൻ നടത്തുന്നത് എങ്ങനെയാണ് മുതലാകുന്നത്? പിറവത്തെ കൺവെൻഷൻ എത്ര രൂപയായി? 2 ലക്ഷം. എന്നാ കിട്ടി? ഒന്നും കിട്ടിയില്ല. എല്ലാവരുടെ പിരിവിട്ട് നടത്തുകയല്ലേ. അതുപോലെയല്ലേ പുസ്തകവും. കണ്ടോ? ഇത് ലാഭപരമായ ഒരു തൊഴിലാക്കി മാറ്റിയോ? ക്രിസ്തീയ പുസ്തകങ്ങൾക്കൊക്കെ അന്യായ വിലയാ. ജീവിച്ചു പോകണ്ടേ? ഇതൊരു വരുമാന മാർഗമാണോ? അല്ല പാസ്റ്ററെ, കാര്യങ്ങൾ നടക്കണ്ടേ? നടക്കണം. ദൈവം നടത്താൻ ശക്തനല്ലെങ്കിൽ എന്തിനാ പിന്നെ ഇതിന് പോണേ? നമ്മുടെ വിഷയത്തിൽ നിൽക്കാം. അവർ ദൈവഭക്തി ഒരു ബിസിനസ്സാക്കുന്നു എന്ന് തർജ്ജമ ചെയ്യരുതോ? 1 തിമോത്തിയോസ് 6:5 അവർ ദൈവഭക്തിയെ ഒരു ബിസിനസ്സാക്കുന്നു, കച്ചവടമാക്കുന്നു. ലോകത്തിൽ നിന്ന് ഏറ്റവും ലാഭമുള്ള ബിസിനസ് ഭക്തി ബിസിനസ്സാണ്. റിലീജിയസ് ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. ബാക്കി ഏതൊരു സാധനത്തിനും ബാർഗെയിൻ ചെയ്യും. ഭക്തി വിഷയത്തിൽ ആരും ബാർഗെയിൻ ചെയ്യത്തില്ല. അടുത്ത വാക്യം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. ഒരു സാധാരണ വായനക്കാരന് ഈ വാക്യം പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ലളിതമാക്കുക. മനസ്സിലായവർക്ക് ബോറടിക്കും, എന്നാലും ഞാനൊന്ന് മനസ്സിലാക്കി തരാം. മുകളിലത്തേത് ആദായ സൂത്രം, രണ്ടാമത്തേത് ആദായം. രണ്ടാമത്തേത് നമുക്കുള്ളതാണ്, മുകളിലത്തേത് നമുക്കുള്ളതല്ല. 5-ാം വാക്യത്തിൽ ആദായ സൂത്രം, 6-ാം വാക്യത്തിൽ ആദായം. അതെന്തുവാ? അലംഭാവത്തോടു കൂടിയ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തർജ്ജമയ്ക്കകത്ത് സംതൃപ്തിയോടു കൂടിയ ദൈവഭക്തി ഭയങ്കര ലാഭ. മനസ്സിലായോ? സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി ഭയങ്കര ലാഭമാണ്. കാരണം ഒന്നും ഇതിൽ കൂടി ഉണ്ടാക്കാനല്ല ഇവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് ഇവന് ഭയങ്കര ലാഭമാണ്. അലംഭാവം എന്ന ആ വാക്ക്
പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പം ആ വാക്കതി ഉപയോഗിക്കുന്നില്ല. അലം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവം. മതി എന്ന ഭാവം. സംതൃപ്തിയുള്ള മനസ്സോടുകൂടിയുള്ള ദൈവഭക്തിയാണ് ഏറ്റവും ലാഭം. എന്നോട് നിങ്ങൾ ചോദിക്കുക, വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം എന്താ? ഉത്തരം പറയാം, തൃപ്തി. അതാ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് വലിയൊരു വീടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, പക്ഷേ വിശ്വാസത്തിൽ വന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം തൃപ്തിയാണ്. ചെറിയ വീടായാലും വലിയ വീടായാലും തൃപ്തിയില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? കുറച്ച് പൈസ ആയാലും കൂടുതൽ പൈസ ആയാലും തൃപ്തിയില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? പൗലോസ് മറ്റൊരിടത്ത് പറയുന്നു, ഉള്ള അവസ്ഥയിൽ ആലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും തൃപ്തിയോടെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഏത് സാഹചര്യത്തിലും തൃപ്തിയോടെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ ജീവിച്ചാൽ ആ സാഹചര്യത്തെ മധുരമാക്കി മാറ്റാൻ അവന് കഴിയും. അതിനാണ് മാറായ മധുരമാക്കുന്ന കാര്യം ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ജീവിതത്തിലെ കയ്പ് പോലും മധുരമാക്കി മാറ്റാൻ ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് കഴിയും. അത് വലിയ ആദായമാണ്. ഇനി പ്രബോധനം തുടരുന്നു. വാക്യം 7. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. പിന്നെ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദൈവമക്കളെ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എനിക്ക് ധനവാനാകാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവൻ കെണിയിൽ വീഴും. വ്യാഖ്യാനമില്ല, വായിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നേ ഉള്ളൂ. ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ കെണിയിൽ വീഴും. ധനം പാപമല്ല, ധനമോഹം പാപമാണ്. ധനികനായെന്നോർത്തൊരാൾ നരകത്തിലൊന്നും പോകത്തില്ല. പക്ഷെ ധനികനാകണമെന്നൊരാഗ്രഹം അവനെ കെണിയിൽ വീഴിക്കും. ഇതാ കട്ടിയായ ആഹാരം. ഇതാണ് കട്ടിയായ ആഹാരം. നമുക്കിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കാം, എനിക്ക് ധനികനാകാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ ഉടനെ നമ്മൾ നമ്മുടെ അറിയിൽപ്പെട്ട ഒന്നിട്ട് ധനികന്മാരെക്കുറിച്ച് ചിന്തിക്കരുത്. വ്യക്തികളിലേക്ക് ഈ വിഷയം പോകരുത്. നമ്മളീ പറയുന്ന ബൈബിൾ ഉദ്ദേശിക്കുന്ന ധനികന്മാരൊന്നും നമ്മുടെ സഭയിൽ ഇതുവരെ വന്നിട്ടില്ല. ധനികൻ എന്ന ബൈബിൾ വിളിച്ചിരിക്കുന്ന മഹാധനികന്മാരൊന്നും നമ്മുടെ കൂട്ടത്തിലൊന്നും ഇല്ല. അപ്പോൾ ആരെങ്കിലും ഒരാളെ മനസ്സിൽ സ്വപ്നം കാണാതിരിക്കാനാണ് ഇത് എടുത്തു പറഞ്ഞത്. ബൈബിളിലെ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഏകദേശം 400 പേരെങ്കിലും ഒരു നേരം ഫുഡ് കഴിക്കാനുണ്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ. 3 ദൂതന്മാർ വീട്ടിൽ വന്നപ്പോൾ 3 ഗസ്റ്റ് വീട്ടിൽ വന്നാൽ എത്ര കിലോ ഇറച്ചി നമ്മൾ മേടിക്കും? 3 കിലോ പോരെ? 1 കിലോ കൊണ്ട് ഒപ്പിക്കാം അല്ലേ? ഒരു കാളെ അങ്ങ് ശരിയാക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പം ആ വീടിൻ്റെ സാമ്പത്തിക നിലയൊന്ന് ഊഹിച്ചുകൂടെ? അത് ശരിയാക്കാനുള്ള ആളും ഉരുപ്പടികളും ആ വീട്ടിലുണ്ട്. ഇതെല്ലാം മിനിറ്റ് വെച്ച് വറുത്തതും കറി വെച്ചതും ഒക്കെ ആയിട്ട് പുള്ളിക്കാരത്തി വരിക. അപ്പം അതെന്ത് വീടാണ്! ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിനേക്കാൾ വലുതായിരുന്നു അബ്രഹാമിൻ്റെ ഒരു കൂടാരം. എന്നിട്ട് അതിന് കൂടാരം ഒന്ന് പേര് കിട്ടും. അതാ മനസ്സിൻ്റെ പ്രശ്നം. അത് ഇത് മതി. സ്തോത്രം. അപ്പം ധനികൻ എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നല്ലൊരു വാഹനമോ നല്ലൊരു വീടോ ഉള്ള ഒരാളെ കുറ്റപ്പെടുത്താനല്ല ഈ ഭാഗം പഠിക്കുന്നതെന്നും കൂടി ഓർത്തോണം. ധനത്തിൽ ആശ്രയിക്കുക, ധനത്തെ ആരാധിക്കുക, ധനികനാകാൻ കൊതിക്കുക, ധനത്തെ ദൈവത്തെ പോലെ കാണുക,
ധനത്തെ ഭയപ്പെടുക, ധനം ഏതാണ്ട് വലിയ സംഭവമാണെന്ന് ചിന്തിക്കുക, ഇതിന്മേലൊരു ജയം കിട്ടാനാണ് വേദോത്സവം പഠിക്കുന്നത്. പ്രാർത്ഥിച്ച് ഇത് ഇട്ടുമൂടാൻ കിട്ടുന്നതാണോ, ഇത് നിസാരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുന്നതാണോ വലിയ കാര്യം? സ്തോത്രം. പ്രാർത്ഥിച്ചിട്ട് ഇത് ഇഷ്ടംപോലെ കിട്ടിയാലും ഇത് കണ്ടോണ്ട് ഇവിടുന്ന് പോകാൻ പിന്നെ വിഷമായിട്ട് വരും. പിന്നെ ഒരു വിധത്തിലും പോകാൻ പറ്റിയല്ലോ. ഒരപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോൾ പല പല സാധനങ്ങൾ കൊടുത്തിട്ടും പുള്ളിയുടെ ജീവൻ പോയില്ല. മൂത്ത മകൻ അപ്പച്ചൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് 1000 നോട്ടെടുത്ത് കയ്യിലോട്ട് വെച്ചു കൊടുത്തു. അപ്പ മരിച്ചെന്ന് എവിടെയോ വായിച്ചു കേട്ടതാ. ഇതിന്മേലൊരു ജയം കിട്ടാൻ പ്രാർത്ഥിക്കുന്നതാണ് കട്ടിയായ ആഹാരം, ധനമോഹം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ വസ്തു വീതം വെക്കാൻ വേണ്ടി ചെന്നു. കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവാക്കിയത് ആര്? കർത്താവ് അവനെ ഒഴിവാക്കി വിട്ടു. നീ ഭയങ്കര സങ്കടം തോന്നി. കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന സ്ത്രീയുടെ കേസും യേശു ഒഴിവാക്കി വിട്ടില്ല. ചുങ്കക്കാൽ പ്രമാണിയായ സക്കായിയെയും യേശു ഒഴിവാക്കി വിട്ടില്ല. ക്രൂശിലെ കള്ളനെയും ഒഴിവാക്കിയില്ല. പക്ഷെ വസ്തു പങ്കിടാൻ വന്നവനെ ഒഴിവാക്കി വിട്ടു. എനിക്ക് പറ്റില്ല. യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് നോ എന്ന് പറഞ്ഞ ഒരു കേസ് ഇതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം എന്നാണ്. അവർ 2 മക്കളേ ഉള്ളൂ. എൻ്റെ സഹോദരനുമായി വസ്തു പങ്കിടാൻ എന്നെ സഹായിക്കണം. കർത്താവ് എന്താ പോകാഞ്ഞെന്നറിയോ? പോകേണ്ട കാര്യമില്ല. ഇവർ 2 പേരും കൂടെ വിചാരിച്ചാൽ അത് ഈസിയായിട്ട് തീർക്കാവുന്നേ ഉള്ളൂ. ഈ വന്ന പുള്ളിയായിരിക്കും ഇതിനകത്ത് ദ്രവ്യാഗ്രഹി. അത് കർത്താവിന് മനസ്സിലായി. ഇവൻ ചേട്ടനോട് പറഞ്ഞാൽ പോലെ ചേട്ടനെടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന്. അങ്ങനെ പറയാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവിനെ അവൻ വിളിച്ചത്. കർത്താവിനെ അവൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇവന് കുറയാതിരിക്കണം. അതിനാ യേശുവിനെ വിളിച്ചത്. അതിനാ കർത്താവ് അവനെ ഒഴിവാക്കി. എന്നിട്ട് അവനോടൊരു കഥയും കൂടെ പറഞ്ഞു. ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഏറ്റവും ഒടുവിൽ നിൻ്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ച് താർക്കാവോ? ഈ ഭാഗം ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ധനമോഹം യേശു കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങൾ സുവിശേഷങ്ങൾ ഒന്നും കൂടി ഒന്നൊരു പുനർവായന നടത്തുക. കർത്താവ് ധനത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഉപമകൾ പറഞ്ഞിട്ടുള്ളത്. കൂടെ ഈ ഭാഗം യേശു തൊട്ടിട്ടുണ്ട്. ലോകത്തിലുള്ള ഏറ്റവും ഉയർന്ന ആളുകൾ മുതൽ താഴേക്കിടയിലുള്ള ആളുകൾ വരെ ഇതിന് അടിമയാണ്. ഈ ധനമോഹത്തിന് അടിമയാണ്. ദൈവവചനം അകത്ത് കയറിയവൻ മാത്രമേ ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടുത്തെ ഏറ്റവും റിച്ചായ ആൾ മുതൽ ഏറ്റവും ദരിദ്രൻ വരെ ധനമോഹത്തിന് അടിമയാണ്. എന്നാൽ ദൈവവചനം അകത്ത് കയറിയവൻ ഇതിൽ നിന്ന് മോചിതനാണ്. മോഹം 1 പത്രോസ് 2:11 മോഹം 1 ധനമോഹമാണ്, രണ്ടാമത്തേത് സ്ഥാനമോഹമാണ്. നമ്പർ കുറിച്ചിട്ടു മാർക്കോസ് 10:35 മുതൽ 45 വരെ. കർത്താവിന് 2 ശിഷ്യന്മാർ കർത്താവ് ക്രൂശിലേക്ക് പോകുന്ന സമയത്ത് കർത്താവിനോട് പറയുകയാണ്, നീ രാജാവായി വരുമ്പോൾ ഞാൻ നിൻ്റെ വലത്ത് വശത്തും എൻ്റെ അനിയൻ നിൻ്റെ ഇടത്ത് വശത്തും ഇരിക്കാൻ വരം തരണം. സ്ഥാനമോഹം. 3 ജഡമോഹം. യൂദായുടെ ലേഖനം ഗൗരവമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. 7-ാം വാക്യം. സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സോദോം ഗോമോറ പട്ടണങ്ങൾ ഇപ്പോഴും ദൃഷ്ടാന്തമായി കിടക്കുന്നു. അതെ, കിടക്കുന്നു. തീ വീണതിൻ്റെ തെളിവോടുകൂടെ കിടപ്പുണ്ട് അവിടെ. അവരുടെ പാപം മോഹമായിരുന്നു. അന്യജഡം മോഹിച്ചു.
ധാർമ്മിക ജീവിതത്തിലെ അച്ചടക്കമില്ലായ്മ, മോറൽ ലൈഫിലെ അച്ചടക്കമില്ലായ്മയാണ് ഈ പറഞ്ഞിരിക്കുന്ന മോഹം. ഇതാണ് പത്രോസിൻ്റെ പ്രബോധനത്തിലെ തുടക്കം തന്നെ. പ്രിയമുള്ളവരെ, 2:11 പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ നിങ്ങൾ വിട്ടകലണം. ഇതിന്മേൽ ജയമെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. മോഹങ്ങളെ ഉണർത്തുന്ന, വളർത്തുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. അതിനെ കീഴ്പ്പെടുത്തുന്ന, തളർത്തുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ആ നിലയിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. യാക്കോബ് പറയുന്ന വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 4:4 വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. എന്തുകൊണ്ടാ അത്ര മോശം വാക്ക് വിശ്വാസികളെ വിളിച്ചത്? വിശ്വാസികളെ അങ്ങനെ വിളിക്കാവോ? ഇതൊക്കെ വളരെ ഗൗരവമുള്ള വചനങ്ങളാ. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. വ്യഭിചാരിണി എന്ന് വിളിക്കുന്നത് ഭർത്താവല്ലാതെ മറ്റൊരാളെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണുന്നവളെയാണ് ആ പദം വിളിക്കുന്നത്. ഇപ്പം ദ്രവ്യാഗ്രഹം കർത്താവിനേക്കാൾ അധികം ധനത്തെ സ്നേഹിക്കുന്നതാണ്. അവരെ ആ വാക്ക് അല്ലാതെ എന്താ വിളിക്കണ്ടേ? അപ്പോൾ അപ്പോസ്തലന്മാർ ഇത്ര ഗൗരവമായിട്ട് ഇതിനെ കണ്ടപ്പോൾ ഇതിനെ ദൈവജനത്തെ പഠിപ്പിക്കേണ്ടതല്ലേ? ഇതാണ് കട്ടിയായ ആഹാരം. വ്യഭിചാരിണികളായുള്ളവരെ, അപ്പോൾ ആത്മീക വ്യഭിചാരമാണ് ലോകസ്നേഹം. ഭൗതികതയെ അമിതമായി വാഴ്ത്തുന്ന, പാടുന്ന, ഉയർത്തുന്ന ഏത് ചിന്തകളും ആത്മീക വ്യഭിചാരമാണ്. ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ഇങ്ങനെ തിരുവെഴുത്ത് നമ്മോട് ശക്തമായി പറയുന്ന ഈ വചനങ്ങളെ നമുക്ക് വിട്ടുകളയാതെ ഏറ്റെടുക്കാം. നമുക്കൊരു നിമിഷം കൂടെ കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ മുൻപിൽ വിനയത്തോടുകൂടെ ഞങ്ങൾ അടുത്തു വരുന്നു. ധനമോഹം, സ്ഥാനമോഹം, ജഡമോഹം, ആത്മാവിനോട് പോരാടുന്ന മോഹങ്ങളെ ഞങ്ങൾ കീഴ്പ്പെടുത്തണമെന്ന് തിരുവചനം ഞങ്ങളോട് പറയുന്നതിനെ ഞങ്ങൾ ഇന്ന് ഇതാ വിനയത്തോടുകൂടെ സ്വീകരിക്കുന്നു. ധനികന്മാരാകാൻ ആഗ്രഹിക്കരുത് എന്നുള്ള ദൈവവചനം ഇന്നത്തെ തലമുറയ്ക്ക് ദഹിക്കാത്ത വചനമാണ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാകുമെന്ന് തീമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. അവർ ഭക്തിയെ ബിസിനസ് ആക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഈ ബൈബിൾ ഉപയോഗിച്ച്, ഈ പ്രസംഗം ഉപയോഗിച്ച്, ഈ ഭക്തി ഉപയോഗിച്ച് നടത്തിപ്പുകാർ ധനവാന്മാരാകാൻ വേണ്ടി ഉള്ള ടെക്നിക്കാക്കി ഇതിനെ മാറ്റുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലൻ പറഞ്ഞ ആ ഇടയലേഖനത്തിലെ വാക്കുകളുടെ മുമ്പിൽ ഞങ്ങൾ വിനയത്തോടുകൂടെ തിരുമുമ്പിൽ താഴ്ത്തുന്നു. ധനികനാകാൻ ആഗ്രഹിക്കുന്നത് ആത്മീയമല്ലെന്നും അത് അപകടമാണെന്നുമുള്ള ചിന്ത ഞങ്ങൾക്ക് സ്വീകരിപ്പാൻ ഭാഗ്യം തരുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഇത് ഗ്രഹിച്ച് ഈ തലമുറയിൽ ഇത് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ലോകത്തിലെ ഏറ്റവും ധനികന്മാർ മുതൽ ഏറ്റവും ദരിദ്രന്മാർ വരെ ദ്രവ്യാഗ്രഹത്തിനും ധനമോഹത്തിനും അടിമയായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു അകത്ത് വന്നവൻ ഈ വലിയ അടിമച്ചങ്ങലയെ പൊട്ടിച്ച് ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം പൗലോസ് ഞങ്ങളെ പഠിപ്പിച്ചു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി ഒരാദായം തന്നെയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൃപ്തിയോടെ ജീവിക്കാൻ
രോഗത്തിലും ആരോഗ്യത്തിലും തൃപ്തിയോടെ ജീവിപ്പാൻ, സമ്പത്തിലും ദാരിദ്ര്യത്തിലും തൃപ്തിയോടെ ജീവിപ്പാൻ, പ്രതികൂലത്തിലും അനുകൂലത്തിലും തൃപ്തിയോടെ ജീവിപ്പാൻ, വേനൽക്കാലത്തും വർഷകാലത്തും സന്തോഷത്തോടെ ജീവിപ്പാൻ, അമാവാസിയിലും പൗർണമാസിയിലും കാഹളമോതുവാൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമുള്ള പാത ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഈ പോരാട്ടമുള്ള ജീവിതം ജയത്തോടെ നയിപ്പാൻ കൃപ തരണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.